കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് തിരിച്ചടി. മുൻ രജിസ്ട്രാർ അനിൽകുമാറിന് നൽകിയ ചാർജ് മെമ്മോ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നോട്ടീസിന്മേൽ തുടർ നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്. അനിൽകുമാർ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ്. വൈസ് ചാൻസലറോട് വിശദീകരണം തേടി കോടതി. മുജ്തബ വിവരങ്ങൾ നൽകാനുണ്ട്. മുജ്തബ, വിശദാംശങ്ങൾ എന്താണ്? കേരള സർവകലാശാലയിലെ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ടും ഗവർണർ പങ്കെടുത്ത പരിപാടിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവാദം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി, ആ നടപടിയെ സംബന്ധിച്ച് പിന്നീടും കുറെ അധികം വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചാർജ് മെമ്മോ ഈ അനിൽകുമാറിന് കാരണം കാണിക്കൽ ഉൾപ്പെടെ വളരെ വിശദീകരണം ചോദിച്ചത് ഉൾപ്പെടെയുള്ള ഒരു ചാർജ് മെമ്മോ, കുറ്റാരോപണ മെമ്മോ നൽകിയതാണ് ഹൈക്കോടതിയിൽ അനിൽകുമാർ ചോദ്യം ചെയ്തത്. രജിസ്ട്രാർ കൂടിയായിട്ടുള്ള ചുമതലയുണ്ടായിരുന്ന അനിൽകുമാർ ചോദ്യം ചെയ്തത്. ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റേതാണ് ആ ചാർജ് മെമ്മോ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി വന്നിരിക്കുന്നത്. മോഹൻ കുന്നുമലിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. ഈ കുറ്റാരോപണ മെമ്മോ അല്ലെങ്കിൽ ചാർജ് മെമ്മോ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് കോടതി കണ്ടെത്തുന്ന ചില കാര്യങ്ങളുണ്ട്. രജിസ്ട്രാറുടെ നിയമനാധികാരം സർവകലാശാല സിൻഡിക്കേറ്റിനാണ് എന്ന വാദമുണ്ടായിരിക്കെ അതിനപ്പുറത്തേക്ക് മറ്റു നടപടികളിലേക്ക് കടക്കാൻ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാകണം. 1974 കേരള സർവകലാശാല നിയമത്തിലെ സെക്ഷൻ 10 ഉപവകുപ്പ് 13 പ്രകാരം അടിയന്തര സാഹചര്യം നേരിടാൻ ലഭിച്ചിട്ടുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് VC നടപടി എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. എന്നാൽ അത്തരമൊരു അടിയന്തര സാഹചര്യം എന്തുണ്ടായി എന്ന് ഈ സാഹചര്യത്തിൽ വ്യക്തമല്ല എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. അത് മോഹൻ കുന്നുമലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്, പ്രഹരമാണ്. മാത്രമല്ല, എന്താണ് അടിയന്തര സാഹചര്യം ഉണ്ടായത്, എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു ചാർജ് മെമ്മോ നൽകാനുണ്ടായ കാരണം എന്നെ സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാനും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ VCക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോടും കേരള സർവകലാശാല ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് എന്നിവർക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതൊരു ഇടക്കാല ഉത്തരവാണ്. തൽക്കാലത്തേക്ക് ഹൈക്കോടതി ആ നോട്ടീസിലുള്ള അല്ലെങ്കിൽ ചാർജ് മെമ്മോയിലുള്ള മറ്റു തുടർ നടപടികളെല്ലാം